ഹലോ ഹായ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊറോട്ട വെച്ചുകൊണ്ട് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചിക്കൻ കൊണ്ടാണ്. ബീഫ് വെച്ചിട്ടും ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇത് ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുത്ത് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനും പച്ചക്കറിയുടെ മിക്സും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ പൊടികളും നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 നുള്ളു മല്ലിയിലയും ചേർത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊരു ബൗളിൽ വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് നമ്മളൊരു 3 പൊറോട്ടയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മിക്സിലേക്ക് നമുക്കൊരു പൊറോട്ട എടുത്ത് ഇതിലേക്ക് മുക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും മുട്ടയുടെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ നമ്മൾ മുക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മുടെ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഫില്ലിങ് വെക്കണം, എന്നാലേ നമുക്കത് കഴിക്കുന്ന സമയത്ത് നല്ലതുപോലെ കടിക്കാൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി കൊടുക്കാം. ഞാനിതിലേക്ക് 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതൊന്ന് തിരിച്ചിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 2 ഭാഗവും നമ്മൾ തിരിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണിത്. പൊറോട്ട ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി. ഇതിലൊരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.